സാർ ഞാനടക്കമുള്ള വിദ്യാർത്ഥികൾ ഇപ്പോ വിദേശത്തേക്ക് പഠന സാധ്യതകൾ തപ്പി പോവുകയാണ്. അപ്പോ കൺസൾട്ടൻസികൾ നിറയുള്ള ഈ കാലത്ത് എങ്ങനെ വിദേശ കൺസൾട്ടന്റിനെ തെരഞ്ഞെടുക്കും? അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞുതരാം. കാരണം നാട്ടിലിപ്പോ ഒരു വിദേശ കൺസൾട്ടൻസിനെ തിരഞ്ഞെടുക്കുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം ഭൂരിപക്ഷം യുവാക്കളും ഒന്നുകിൽ പഠനത്തിന് അല്ലെങ്കിൽ തൊഴിലിന് തേടി വിദേശത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ നോക്കുമ്പോൾ ഈ കൺസൾട്ടൻസികളുടെ അതിപ്രസരം ഉള്ളത് കൊണ്ട് തന്നെ ഏതാണ് വ്യക്തമായിട്ട് നമുക്ക് നിർദ്ദേശം നൽകുന്ന കൺസൾട്ടൻസി എന്നുള്ളതാണ് എപ്പോഴും സംശയമുള്ളത്. ഒന്ന്, ആദ്യമായി എനിക്ക് പറയാനുള്ള, ഒരു കൺസൾട്ടൻസിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഒന്നോ രണ്ടോ രാജ്യങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് ആ സ്ഥലത്തേക്ക് മാത്രം ഇടാൻ ആഗ്രഹിക്കുന്ന ഒരു കൺസൾട്ടൻസിനെ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. വ്യത്യസ്ത ഓപ്ഷനുകളുള്ള, ഓരോ രാജ്യത്തും ഓരോ യൂണിവേഴ്സിറ്റികളിലും വ്യത്യസ്ത പഠന സാധ്യതകളുണ്ട്. ഇതിൽ തന്നെ നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് ഏതാണ്, യൂണിവേഴ്സിറ്റി ഏതാണ്, അവിടുത്തെ സാധ്യതകൾ എന്തൊക്കെയാണ്. ഇപ്പോ നമ്മൾ കൺസ്ട്രക്ഷൻ മേഖലയിൽ പഠിക്കാൻ പോകുന്ന ഒരു വിദ്യാർത്ഥി ആയിക്കോട്ടെ, ആർക്കിടെക്ചറിലായിക്കോട്ടെ, ഫിനാൻസ് ആയിക്കോട്ടെ, MBA ആയിക്കോട്ടെ, ടൂറിസം ആയിക്കോട്ടെ, സ്റ്റെം കോഴ്സുകൾ, ടെക്നോളജി കോഴ്സുകൾ ആയിക്കോട്ടെ, ഈ മേഖലകളിൽ ഇന്ന് രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് നേതാക്കന്മാരായിട്ടുള്ള, ലീഡേഴ്സ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് എന്ന് മനസ്സിലാക്കി തരികയും ഇങ്ങനെയുള്ള വ്യത്യസ്ത ഓപ്ഷനുകളും വ്യത്യസ്ത രാജ്യങ്ങളും നമ്മുടെ മുമ്പിൽ വെക്കുന്ന കൺസൾട്ടൻസിനെ തേടുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ബഡ്ജറ്റിന് അനുഗുണമായ, അല്ലെങ്കിൽ നമുക്ക് എത്രയാണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്, ഇതിന് അനുഗുണമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളെ കണ്ടെത്തുക എന്നുള്ളതാണ്. അടുത്ത ഒരു പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ പോകുന്ന വിദ്യാർത്ഥികൾ പല യൂണിവേഴ്സിറ്റികളും തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ പോലെ തന്നെ അവിടെയും യൂണിവേഴ്സിറ്റികൾക്ക് ഒരു സെന്റർ ഓഫ് എക്സലൻസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രീമിയർ യൂണിവേഴ്സിറ്റികൾ ഉണ്ട്. അത് ഇവർ നോക്കാറില്ല. ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി പറയുന്നു, ആ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നു. പക്ഷെ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് സിസ്റ്റങ്ങൾ നന്നായിട്ട് അറിയണം. പിന്നെ വേണ്ടത് സ്കോളർഷിപ്പ് സാധ്യതകൾ എന്താണ്, അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ ഈ കൺസൾട്ടൻസിക്ക് അറിയണം. ഈ യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോഴത്തെ റാങ്കിങ് എന്താണെന്ന് പറഞ്ഞു തരാൻ അറിയണം. അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളെ തിരഞ്ഞെടുക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. താങ്ക് യു സാർ, വളരെ ഉപകാരമായിരുന്നു. ഓക്കെ.